പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാന വാർത്ത വരുന്നുണ്ട്. മലപ്പുറത്ത് രേഖകൾ തിരുത്തി പ്രായപൂർത്തിയാകാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ശ്രമിച്ച ഹിയറിംഗ് ഓഫീസറെ ചുമതലയിൽ നിന്ന് മാറ്റി. എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ട് ഷിബു അഹമ്മദിനെയാണ് തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് മാറ്റിയത്. വിഷയത്തിൽ ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അഷ്കർ അലിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, നമ്മുടെയൊക്കെ വോട്ടർ പട്ടികയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. കച്ചടതപ അച്ഛനും സരിഗമ അമ്മയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് വോട്ടർ പട്ടിക ബീഹാറിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രായപൂർത്തിയാവാത്ത ആൾക്കാരെ വരെ വോട്ടർ പട്ടികയിൽ ചേർക്കാനാണോ ഈ ഹിയറിംഗ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചത്? എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ അഷ്കർ അലി അതിന് പിന്നിൽ? അത്തരത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ആരോപണമാണ് അരുൺ ഈ ഘട്ടത്തിൽ UDF ഉന്നയിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഹിയറിംഗ് സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുള്ള മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ ഹിയറിംഗ് ഓഫീസറായിട്ടുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ട് ഷിബു അഹമ്മദിനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇയാൾ നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലായപ്പോൾ സമാനമായ രീതിയിലുള്ള ക്രമക്കേടിന് നിയമ നടപടി നേരിട്ട ആളാണ് എന്നുള്ളതാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി നേതൃത്വം തന്നെ ഉന്നയിക്കുന്ന ആരോപണം. മഞ്ചേരി മുനിസിപ്പാലിറ്റി ഇപ്പോൾ UDF നേതൃത്വമാണ് ഭരിക്കുന്നത്. UDF ആണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തത്. അഥവാ 18 വയസ്സ് തികയാത്ത ആളുകളെ അവരെ രേഖകൾ തിരുത്തിക്കൊണ്ട് തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് UDF ഉന്നയിക്കുന്ന ആരോപണം. അതിനുള്ള ചില തെളിവുകൾ UDF പുറത്തുവിടുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഒരു അംഗൻവാടിയുണ്ട്. ആ അംഗൻവാടിയുടെ വീട്ടഡ്രസ്സിൽ പോലും, വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ വീട്ടഡ്രസ്സിൽ പോലും വോട്ട് ചേർക്കുന്ന ശ്രമങ്ങളും മലപ്പുറത്തുണ്ടായി. 3 വോട്ടുകളാണ് മലപ്പുറം നഗരസഭയിലെ കള്ളാടിമുക്കിലെ അംഗനവാടിയുടെ കെട്ടിടത്തിലാണ് 3 വോട്ട് ചേർക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹിയറിംഗ് ഓഫീസറെ മാറ്റിയിട്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. താങ്ക് യു അഷ്കറാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. എന്തൊക്കെ തിരിമറികളാണല്ലേ നമ്മുടെ നാട്ടിലെ വോട്ടർ പട്ടികയിൽ നടക്കുന്നത്. ഇതെന്താണ് ഈ മനുഷ്യർക്ക് സംഭവിക്കുന്നത്? മാനം മര്യാദയ്ക്ക് പോയി വോട്ടിട്ട് ആളുകളെ ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവരുന്നതല്ലേ ജനാധിപത്യത്തിന്റെ അന്തസ്സെന്ന് പറയുന്നത്? ആരോടായി പറയുന്നത്?